തലപതി വിജയ്, നമ്മുടെയൊക്കെ വിജയ് അണ്ണൻ. സോ അങ്ങേർക്ക് അഭിനയിക്കാൻ അറിയില്ല, അങ്ങേര് അഭിനയം പോരാന്നൊക്കെയാണ് കുറെ ആൾക്കാർ പറയുന്നത്. സോ നിങ്ങൾക്ക് സമയം കിട്ടാന്ന് വെച്ചാൽ തെറിയുടെ റീമേക്ക് ആയ ബേബി ജോൺ ഒന്ന് ഇരുന്ന് കണ്ടു നോക്കുക. വിജയുടെ വർത്ത് എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവും. സോ ആറ്റ്ലി എന്ത് കണ്ടിട്ടാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. എന്നോ ചക്ക വീണപ്പോ മൊയില് ചത്തു പറഞ്ഞിട്ട് എന്ന് ചക്ക വീണാലും മൊയില് ചാവും പറഞ്ഞിട്ട് ഇരുന്ന ഇങ്ങനെ തന്നെ ഇരിക്കുള്ളൂ. ഇതിൽ വില്ലനായിട്ട് അഭിനയിച്ചിരിക്കുന്ന നമ്മുടെ ജക്കി ഷറോഫ് ആണ്. അങ്ങേരെ ജട്ടി ഊരി കൊടുക്കാൻ വരെ ഈ സിനിമയിൽ ആളുണ്ട്. എനിക്ക് എന്നാ പിന്നെ കഴുകിയും കൂടി കൊടുക്കായിരുന്നില്ലേ, ഐ മീൻ ജട്ടി കഴുകി കൊടുക്കായിരുന്നില്ലേ വേണ്ട. ഒരു കസേരയുണ്ട്, അതിന്റെ മുകളിൽ ഒരു പ്ലാസ്റ്റിക് കൊണ്ടൊരു തണ്ട് വെച്ചിട്ട് കാലും മേലെ കാലും കെട്ടി ഇരിക്കുകയാണ്. എന്റെ പൊന്ന അണ്ണ, നിങ്ങളെ ഒന്നും കണ്ട ഇപ്പൊ ഒരു വില്ലൻ ലുക്കൊന്നും ഇല്ല. പണ്ടൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ശരിക്കും ഒരു ടെറർ ലുക്കാണ്. അതുകൊണ്ട് വല്ല കയപ്പിക്കയും കൊണ്ട് പായസോ വഴുതനങ്ങയും കൊണ്ട് ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് വീട്ടിലിരിക്കുക, അതാണ് നല്ലത്. സോ വാമിക ഉണ്ട് ഇതില്, നമ്മുടെ എമി ജാക്സൺ ചെയ്ത റോൾ ചെയ്തിരിക്കും വാമികയാണ്. ക്രിഞ്ച് പറഞ്ഞാൽ എക്സ്ട്രീം ലെവൽ ക്രിഞ്ച് ആണ്, മറ്റേ ക്യൂട്ട്നെസ് ഓവർലോഡഡ് അങ്ങനെ വേണമെങ്കിൽ പറയാം. എമി ജാക്സന് വലിയ റോളൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ കാണുമ്പോൾ നല്ല രസമായിരുന്നു. ഇതിൽ ഭയങ്കര ഓവർ ആയിട്ടാണ് വാമിക ചെയ്തിരിക്കുന്നത്. അതിന്റെ ഇടയിൽ സ്പൈ ആണ്, ആള് സ്പൈ ആണ്. അതിന്റെ സ്പൈവേഴ്സ് കോപ്പ് യൂണിവേഴ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന്റെ ഇടയ്ക്ക് മലയാളം കരച്ച് കരച്ച് അരിയാന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ ഈ മലയാളം അരിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർ തിയേറ്ററിൽ പോയി കയറുന്നതാണ്. ഗുഞ്ചുടി മുഞ്ചുടി ഗുഞ്ചിക്കോ പറഞ്ഞിട്ടൊരു പാട്ടൊക്കെ കൊണ്ടുവന്നിട്ട് അതിന്റെ ഇടയിൽ വേറെ എന്തൊക്കെയാ ആക്കുന്നുണ്ട്. ഒന്നെങ്കിൽ മലയാളം പാടാൻ അറിയുന്നവരെ കൊണ്ട് പാടിക്കുക, അല്ലാതെ ഇങ്ങനത്തെ കോമാളിത്തരം ചെയ്യാതിരിക്കുക. ഇതൊന്നും കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ തിയേറ്ററിൽ കയറൊന്നുമില്ല. നമ്മുടെ സല്ലു ബായി ആണ് ഇതിൽ സൂപ്പർ ക്യാമിയോ ചെയ്തിരിക്കുന്നത്. അങ്ങേരെ എന്തോ ഉറങ്ങി കിടക്കുന്ന സമയത്ത് അങ്ങേരെ പിടിച്ചിട്ട് ഒരു ക്യാമിയോ കൊണ്ടുവന്ന് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞ കോപ്പിലെ വേർഡ്സ് എന്നുള്ള രീതിയിലൊക്കെ മാറ്റിയിട്ടുണ്ട്. വരുൺ ധവാനാണ് ഇതിൽ നമ്മുടെ വിജയ് അഭിനയിച്ച ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. സോ യൂഷ്വലി വരുൺ ധവാൻ എല്ലാ പടത്തിലും അങ്ങേരെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ചെയ്യും. ഇതിൽ ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. IPS വിജയ് കുമാർ ആ കൂടെ ഇരിക്കലാന്നൊക്കെ പറയുന്ന സീനില്ലേ, തെറിയില്ല, അതേപോലെ ഇതിലൊരു സീനുണ്ട്. അത് കാടിച്ചു വെച്ചിരിക്കുന്നതാണ്. ഏറ്റവും പൊന്നെ കാട്ടവരാതെന്ന് വേണമെങ്കിൽ ഈ സിനിമയെ പറയാം. നമ്മുടെ തെറിയിലുള്ള കുറച്ച് സീൻസ് ഒക്കെ വ്യത്യാസമുണ്ട് ഇതില്. എമി ജാക്സൺ ഒരുത്തൻ തല്ലിയിട്ടല്ലേ പോയിട്ട് കേസൊക്കെ കൊടുക്കുക. ഇതിലെങ്ങനെ വെച്ചാൽ രണ്ട് വണ്ടിയും കൂടി മുട്ടുമ്പോഴാണ് കേസ് വരുന്നത്. അതേപോലെ തന്നെ പാലത്തിൽ ഒരുത്തനെ കെട്ടിത്തൂക്കണതിന് വരെ കാട് കത്തിച്ചിട്ട് ഒരുത്തനെ കൊല്ലുന്ന സീൻസ് ഒക്കെയാണ് ഇതിൽ കാണിക്കുന്നത്. കീർത്തി സുരേഷ് ആണ് സമന്തയുടെ റോൾ ചെയ്തിരിക്കുന്നത്. സമന്ത ഭയങ്കര ഓവർ റേറ്റഡ് ആയിട്ടൊരു ആക്ട്രസ് ആണെന്ന് ബേസിക്കലി എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ കീർത്തി സുരേഷിനെ സമന്തയുടെ വാലിൽ പോലും കെട്ടാൻ പറ്റില്ല, അങ്ങനെയാണ് ചെയ്തു വെച്ചാൽ. ഇമോഷണൽ സീൻസ് ഒക്കെ അയ്യോ ഒന്നും ഞാൻ പറയുന്നില്ല ബാക്കി. സോ വിജയുടെ വർത്തൊക്കെ മനസ്സിലാവണമെന്ന് വെച്ചാൽ ഇങ്ങനത്തെ പടമൊക്കെ കണ്ടു നോക്കണം. നമുക്ക് വിജയ് അഭിനയിക്കാൻ അറിയില്ല, എല്ലാ പടവും ഒരുപോലെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അങ്ങേര് ചെയ്തു വെച്ചതിന്റെ മുകളിൽ ഒരു പടം റീമേക്ക് ചെയ്ത് എടുത്തു വെക്കാൻ പ്രാക്ടിക്കലി പോസിബിളേ അല്ല. സോ ഈ സിനിമ റെന്റിനാണ് വന്നിരിക്കുന്നത് ആമസോൺ പ്രൈമില്. ആൾക്കാർ ഈ പടം തിയേറ്ററിലെ പോയി കാണാൻ വന്നിരിക്കുകയാണ് പൈസ കൊടുത്തിട്ട്. ആ സമയത്താണ് 350 രൂപ കൊടുത്തിട്ട് നമ്മൾ റെന്റിൽ കാണുന്നത് അല്ലേ, നന്നായിട്ട് എന്തായാലും. സോ എന്തായാലും ആമസോൺ പ്രൈമിന്റെ അത്ര പൊട്ടന്മാരല്ല ആൾക്കാർ, അവർക്ക് വേറെ വഴി കൂടെ പടമൊക്കെ കിട്ടുന്നത്. സോ വേണമെങ്കിൽ കണ്ടു നോക്കിയാൽ മതി. എനിക്ക് ഒട്ടും വർക്കാവാത്തൊരു പടമാണ്. തമനാണ് ഈ സിനിമയുടെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ഈ ബാലയുടെ ദക്കു മഹാരാജിലൊക്കെ തമൻ ലോഡ് മോഡിലാണ്. എന്നാ മ്യൂസിക്കാണ് അങ്ങേര് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതിൽ വേണ്ടി കഞ്ചടി മഞ്ചടി കഞ്ചിക്കോ പറഞ്ഞിട്ട് എന്തൊക്കെയാ പാട്ടൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. മറ്റേ സാധനം ബേബി ജോൺ. എന്നാ പിന്നെ എല്ലാ മാസീൻസിനും ഈ പാട്ട് അങ്ങോട്ട് ഇട്ട് കയറ്റുക, അതിന്റെ ഇടയിൽ വേറെ എന്തൊക്കെയാ മിക്സ് ചെയ്തിട്ട്, അതും വലിയ സുഖമൊന്നുമില്ല. സോ ബേസിക്കലി ഇതിലൊരു ലാബറഡോറോ അല്ലെങ്കിൽ എന്താ മറ്റേ ഗോൾഡൻ റിട്രീവർ ആയിട്ട് ഒരു നായയുണ്ട്. ആ നായ മാത്രം നന്നായിട്ടുണ്ട്, ബാക്കി 10 പൈസക്ക് കൊള്ളാത്തൊരു പടം എന്ന് വേണമെങ്കിൽ പറയാം. സോ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ കണ്ടു നോക്കാം, അല്ലെങ്കിൽ കണ്ടു നോക്കാതിരിക്കുക.